Hello guys, welcome back to my channel. If you're new here, hi, I'm Arya. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഈ ഫേഷ്യൽ ഹെയർ ഒക്കെ വീട്ടിൽ തന്നെ റിമൂവ് ചെയ്യാമെന്നാണ്. പിന്നെ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം എന്നൊക്കെ അത് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. ഇത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് ഞാൻ എൻ്റെ ഫേസിൽ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 to 2 ഇയേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഫേസിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു സ്മൂതൻ ആയിട്ടുള്ളൊരു ഫിനിഷ് കൊടുക്കാനും ഒക്കെ നമ്മൾക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്ക് എന്തൊക്കെ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാമെന്നും പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നും എന്തൊക്കെ സ്കിൻ കെയർ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെയാണ് ഞാനിതിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദി വീഡിയോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് സിമ്പിൾ റിഫ്രഷിങ് ഫേസ് വാഷ് ആണ്. ഇത് വളരെ മൈൽഡും ജെൻറ്റിൽ ആയിട്ടുള്ളൊരു ക്ലെൻസറാണ്. ഇത് നമ്മളുടെ ഫേസിലെ ഓയിലും ഡേർട്ടും സ്വെറ്റും എല്ലാം നന്നായി റിമൂവ് ചെയ്യുകയും നമ്മളുടെ ഫേസിനെ ഒട്ടും ഡ്രൈ ആക്കുകയും ഇല്ല. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുമ്പം നിങ്ങളുടെ ഹെയർ നന്നായിട്ടൊന്ന് ടൈ ചെയ്യണം ബാക്കിലോട്ട്. യൂസിങ് എ ഹെയർ ടൈ അല്ലെങ്കിൽ ക്ലച്ചർ അല്ലെങ്കിൽ ഹെയർ ബാൻഡ് എന്തെങ്കിലും യൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലോട്ടൊക്കെ ഹെയർ വന്ന് കിടക്കുന്നവരാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങളൊരു ഹെയർ ബാൻഡ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്നൊക്കെ ഈ ഹെയർ റിമൂവ് ചെയ്യുമ്പം നമ്മളുടെ മുടിയും ഇതിൻ്റെ കൂട്ടത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് ബി കെയർഫുൾ വിത്ത് ദാറ്റ്. നെക്സ്റ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു തിൻ അലോവേര ജെല്ലാണ്. നമ്മളുടെ ഫേസിൽ നന്നായിട്ട് അലോവേര ജെല്ലൊന്ന് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഫേസിൽ റേസർ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യാനും നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഷേവ് നമുക്ക് കിട്ടാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് ഏത് അലോവേര ജെല്ലാണെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണർ അല്ലെങ്കിൽ പിന്നെ ഈ ഫേഷ്യൽ ഓയിൽ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു തിൻ ലെയറായിട്ട് നമ്മളുടെ ഫേസിലോട്ട് അത് നല്ലതായിട്ട് ഈവൻലി അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ അലോവേര ജെല്ല് അപ്ലൈ ചെയ്യുമ്പം ഇത് നമ്മളുടെ സ്കിന്നിൽ നല്ലൊരു സ്ലിപ്പ് കൊടുക്കാനും ഇറിറ്റേഷൻ വരാതെ ഇരിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യുമ്പം ഒരിക്കലും ബെയർ സ്കിന്നിൽ ഷേവ് ചെയ്യരുത്. എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം ഷേവ് ചെയ്യാൻ. ഞാനൊരു റേസർ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ക്ലീൻ ആയിട്ടുള്ള റേസർ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാൻഫെ ബ്രാൻഡിൻ്റെ ഒരു റേസറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റേസർ ആണെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ ഈ ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്ന റേസർ നിങ്ങൾ ഒരിക്കലും ഫേസിൽ യൂസ് ചെയ്യരുത്. റേസർ നല്ല ഗ്രിപ്പിൽ ഹോൾഡ് ചെയ്യണം. ആംഗിൾ അപ്രോക്സ് 45 ഡിഗ്രി ആയി വെച്ച് സ്മോൾ ജെൻറ്റിൽ സ്ട്രോക്സിൽ ഷേവ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രഷർ ഒട്ടും അപ്ലൈ ചെയ്യരുത്. വളരെ ലൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് ഫോർഹെഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമ്മളുടെ ചീക്സ്, ജോ ലൈൻ ആൻഡ് അപ്പർ ലിപ്പ് ഏരിയ ഒക്കെ നമുക്ക് ഷേവ് ചെയ്യാം. അപ്പം നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്കിൻ ഒന്ന് മേളിലോട്ട് ടൈറ്റായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ ഷേവ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂസോ അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂസ് എന്തെങ്കിലും വെക്കുക. നമ്മൾ ഓരോ സൈഡിൽ ഷേവ് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ ബ്ലേഡ് ഒന്ന് അതുകൊണ്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഹെയർ ഗ്രോത്ത് ഡയറക്ഷനിൽ വേണം ഫോളോ ചെയ്യാനായിട്ട്. അതിൻ്റെ വൈസ് വേഴ്സയായിട്ട് നിങ്ങൾ ഷേവ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൽ കട്ട്സോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആവാനും ഇറിറ്റേഷൻ വരാനും ചാൻസ് ഉണ്ട്.
ഫേസ് ഷേവിംഗ് ഒരു ജെന്റിൽ എക്സ്ഫോളിയേഷൻ പോലെയാണ്. ബ്ലേഡ് മൂവ് ചെയ്യുമ്പോൾ ടോപ്പ് ലെയറിലിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആയി സ്കിൻ ഫ്രഷ് ആയി തോന്നും. അപ്പോൾ ഡെഡ് സ്കിന്നും ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് സ്കിന്നിലേക്ക് നന്നായി റിഫ്ലക്റ്റ് ചെയ്യുകയും അതുകൊണ്ട് സ്കിൻ നല്ല നാച്ചുറലി ബ്രൈറ്റ് ആൻഡ് ഗ്ലോയി ആയി തോന്നും. ഒരു ഇൻസ്റ്റന്റ് ഫേഷ്യൽ പോലെ. നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ആ ഏരിയ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ആ ഏരിയയിൽ ഷേവിങ് ചെയ്യരുത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഷേവ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ തന്നെ 3-4 ടൈംസ് ഷേവ് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ പതുക്കെ പതുക്കെ മേളിൽ നിന്ന് അത് താഴോട്ട് ഷേവ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നുകൂടെ അത് നമ്മൾ ഷേവ് ചെയ്യുക. അപ്പോൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ഫേസ് നന്നായിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത് വെച്ച് ഫേസ് റബ്ബ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ലൊരു തണുത്ത വെള്ളം കോൾഡ് വാട്ടറിൽ വേണം വാഷ് ചെയ്യാനായിട്ട്. അതാകുമ്പോൾ നമ്മളുടെ പോർസൊക്കെ ക്ലോസ് ആവാനായിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫേഷ്യൽ റേസറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹാർഷായിട്ടുള്ള സ്ക്രബ്സോ അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ ഒന്നും ചെയ്യരുത്. AHA/BHA എക്സ്ഫോളിയേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രബ്സ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് 1-2 ദിവസത്തേക്ക് യൂസ് ചെയ്യാതിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ആക്നി ഉള്ളവരാണെങ്കിൽ ഈ ഫേഷ്യൽ ഈ റേസിങ് അത് ചെയ്യാതിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നന്നായിട്ട് പിമ്പിൾസൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആക്നി കുറച്ചും കൂടെ വേഴ്സ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ഈ അപ്പർ ലിപ്സിലും ഇവിടെയൊക്കെ തിക്കായിട്ട് ഹെയർ വരുന്നവരാണെങ്കിൽ ഈ റേസർ വെച്ചുള്ള പ്രോസസ്സ് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ത്രെഡിങ് ആയിരിക്കും ഇതിലും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നന്നായിട്ട് തിക്ക് ഹെയർ ഉള്ളവരാണെങ്കിൽ നമ്മൾ റേസർ വെച്ച് ചെയ്യുമ്പം അതിൻ്റെ അത് റൂട്ട് ഫുള്ളായിട്ട് അത് പോകത്തില്ല. അതിൻ്റെ മേളത്തെ ഭാഗം മാത്രം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുള്ളൂ. ബട്ട് അതിൻ്റെ റൂട്ട്സ് നമ്മുടെ ഇവിടെ തന്നെ ഇരിക്കും. അപ്പം അത് ചിലപ്പം ഈ കുറച്ചും കൂടെ ഒരു തിക്ക് ഹെയറിലോട്ട് അത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ നിങ്ങൾക്ക് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 1 to 2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ വീട്ടിനുള്ളിലാണെങ്കിലും നിങ്ങൾ ഡേ ടൈമിലാണ് ഇപ്പോൾ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങളൊരു സൺസ്ക്രീനും അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങൾ വെളിയിൽ പോവുകയാണെങ്കിലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കണം. ഇത് നമ്മൾ നന്നായിട്ട് സൺസ്ക്രീനും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എൻ്റെ ഫേസ് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഒരു സ്മൂത്ത് സ്കിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാർലറിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിലും പോകാൻ പറ്റുന്നില്ലെങ്കിലും ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു റുട്ടീനാണ്. പിന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാമെന്നും പിന്നെ എന്തൊക്കെ സ്കിൻ കെയർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടു അവോയ്ഡ് ആക്റ്റീവ്സ്. നമ്മളിവിടെ ഷേവ് ഒക്കെ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഈ ആക്റ്റീവ്സ് അല്ലെങ്കിൽ സിറം, കുറച്ച് ഹാർഷ് ആയിട്ടുള്ള സിറംസ് ലൈക്ക് വിറ്റമിൻ സി, റെറ്റിനോൾ, ഇതൊക്കെ നമ്മൾ മാക്സിമം 1 to 2 ഡേയ്സിന് വേണ്ടി അവോയ്ഡ് ചെയ്യണം. പിന്നെ എക്സ്ഫോളിയേറ്റേഴ്സ്, സ്ക്രബ്സ്, ഇതെല്ലാം നമ്മൾ
നമ്മൾ 1 to 2 ഡേയ്സിന് അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർക്ക് ഇത് ഇറ്റ് ക്യാൻ കോസ് ഈ ഹാർഷായിട്ട് ഇറിറ്റേഷൻസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേസേഴ്സ് നമ്മൾ മാക്സിമം 3 ടൈംസ് മാത്രം യൂസ് ചെയ്യുക. 2 to 3 ടൈംസ്. 2 to 3 ടൈംസ് കഴിയുമ്പോൾ നമ്മളത് ന്യൂ വൺ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അതൊരിക്കലും നമ്മൾ 3 ടൈംസിനെക്കാട്ടിലും കൂടുതലോ അല്ലെങ്കിൽ 5 ടൈംസ് അത് തന്നെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ആക്നീസ് കൂടാനും പിന്നെ ഇറിറ്റേഷൻ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഹൈജീനിനെ അത് നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. വി ഹാവ് ടു മെയിൻറ്റെയിൻ അവർ ഓൺ ഹൈജീൻ. പിന്നെ നെക്സ്റ്റ് ടിപ്പ് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കൊരു സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നമ്മളിത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, നമ്മളുടെ ബോഡിയിലൊക്കെ നമ്മൾ വാക്സ് ചെയ്യുമ്പം ചെറിയ ചെറിയ ബംസും അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഇച്ചിങ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് മെയിൻലി നോക്കിയാൽ ഈ സെൻസിറ്റീവ് സ്കിന്ന്, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആയിട്ടുള്ളവർക്കാണ് അത് കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഫേസിലും ഈ ചെറിയ ചെറിയ ബംസോ അല്ലെങ്കിൽ ഇച്ചിങ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കുറച്ച് ഐസ് പാക്കോ അല്ലെങ്കിൽ ഐസ് ടിഷ്യൂലോ അല്ലെങ്കിൽ ടവലിലോ അത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് എവിടെയൊക്കെയാണ് നമുക്ക് ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഇച്ചിങ് തോന്നുന്നത് അവിടെ മാത്രം കുറച്ച് നേരത്തേക്ക് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് തന്നെ മാറിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ യൂസ് അലോവേര ജെൽ. അലോവേര ജെല്ല് നമ്മളുടെ ഫേസ് അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ബംസോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ തോന്നുന്നു അവിടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അത് നന്നായിട്ട് നമ്മളുടെ ഇച്ചിനെസ്സിനെയും നമ്മുടെ ബംസിനെയും അത് കുറയ്ക്കാൻ നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ടിപ്പ് ഈസ് നമ്മൾ വെളിയിൽ പോവുകയാണെങ്കിലും ഈവൻ നമ്മൾ ഈ റുട്ടീൻ ഡേ ടൈമിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും അപ്ലൈ സൺസ്ക്രീൻ മസ്റ്റാണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങൾ മസ്റ്റായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനി ഈസി ആയിട്ട് നിങ്ങൾക്കും വീട്ടിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം. ഈ മെത്തേഡും പ്രൊസീജിയേഴ്സും നിങ്ങൾ ഫോളോ ചെയ്ത് ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്ലീസ് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.